ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 91. പദന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസഃ സ്ഖലന്തസ്തേ ഖേലം ഭവനകളഹംസാ ന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരഗണിതച്ചലാദാചക്ഷാണം ചരണകമലം ചാരുചരിതേ. ശ്രീ മഹാത്രിപുരസുന്ദരിയായ അമ്മയുടെ പാദകമലങ്ങളുടെ ചലനത്തെ പദന്യാസലീലയെ വർണ്ണിക്കുകയാണ് ഇവിടെ. അല്ലയോ ത്രിപുരസുന്ദരിയായ മഹാദേവി, കൈലാസത്തിലെ നിന്തിരുവടിയുടെ ഭവനത്തിൽ വളർത്തി ഇണങ്ങിയ അരയന്നങ്ങൾ നിന്തിരുവടിയുടെ പാദകമലങ്ങളെ സദാ പിന്തുടരുന്നവരാകുന്നു. കാരണം സ്വതവേ അരയന്ന നട എന്ന പദപ്രയോഗം പ്രസിദ്ധമാണ്. എന്നിരുന്നാലും കൈലാസത്തിലെ അരയന്നങ്ങൾ സദാ നിന്തിരുവടിയെ അനുഗമിക്കുന്നത് അവിടുത്തെ പാദചലനങ്ങളെ, വിലാസഗമനത്തെ തങ്ങൾക്കും സ്വായത്തമാക്കണമെന്ന് കരുതിയാണ്. അതുകൊണ്ട് അരയന്നങ്ങൾ സദാ നിന്തിരുവടിയുടെ പാദപത്മങ്ങളെ പിന്തുടരുന്നു. നിന്തിരുവടിയുടെ തൃപ്പാദ കമലങ്ങളെ അതീവ സുന്ദരമാക്കുന്ന രത്നങ്ങൾ പതിച്ച പാദസരത്തിൽ നിന്നും ഉതിരുന്ന മനോഹരമായ ശബ്ദം ഈ അരയന്നങ്ങളെ നിന്തിരുവടിയുടെ വിലാസഗമനത്തെ അഭ്യസിപ്പിക്കുന്നതാണോ എന്ന് അതിശയത്തോടെ പറയുകയാണിവിടെ. കാരണം പാദസര ശബ്ദവ്യാജേന നിന്തിരുവടിയുടെ പാദകമലം വിലാസഗതി രീതിയെ അരയന്നങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്നു. പദന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസഃ സ്ഖലന്തസ്തേ ഖേലം ഭവനകളഹംസാ ന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരഗണിതച്ചലാദാചക്ഷാണം ചരണകമലം ചാരുചരിതേ. ശ്ലോകം 92. ഗദാസ്തേ മഞ്ജത്വം ദ്രുഹിണഹരിരുദ്രേശ്വരഭൃദഃ ശിവസ്വച്ഛഛായാ ഘടിതകപടപ്രച്ഛദപടഃ ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാ ശരീരിശൃംഗാരോ രസ ഇവ ദൃശാം ദോഗ്ധികുതുകം. ശ്രീ മഹാദേവിയുടെ സ്വരൂപത്തെയും മഹിമയെയും കീർത്തിക്കുകയാണ്. മഹാരാജരാജേശ്വരിയായ നിന്തിരുവടിയുടെ ഭൃത്യന്മാരായ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നിവർ നിന്തിരുവടിയുടെ മഞ്ചത്തിൻ്റെ 4 കാലുകളായും സദാശിവൻ മഞ്ചത്തിൻ്റെ പലകയായും മഞ്ചത്തെ പ്രാപിച്ചുവെന്ന് മുൻ ശ്ലോകത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നിവയാണ് ഇതെന്നും നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്ലോകം 24 ഇത് വർണ്ണിച്ചിരിക്കുന്നത്. ബ്രഹ്മാവ് സൃഷ്ടിയെയും വിഷ്ണു സ്ഥിതിയെയും രുദ്രൻ സംഹാരത്തെയും ഈശ്വരൻ പ്രളയാന്തത്തിൽ ഇവ 3 തന്നിൽ ലയിപ്പിച്ച് സദാശിവ തത്വത്തിൽ ലയിക്കുന്നു എന്നും സദാശിവൻ ശക്തിയായ നിന്തിരുവടിയോടുകൂടി പ്രളയാന്തത്തിൽ അനുഗ്രഹത്തെ ചെയ്യുന്നു എന്നും പറയുന്നു. അല്ലയോ ആദിശക്തി രൂപിണിയായ മഹാദേവി, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹ കൃത്യങ്ങളിൽ അധികാരികളായ ബ്രഹ്മ, വിഷ്ണു, രുദ്രേശ്വരന്മാർ അവർക്ക് ആ ശക്തി നൽകിയ അവിടുത്തെ സമീപത്തിലിരുന്ന് സേവിക്കുന്നതിനായി മഞ്ചതയെ പ്രാപിച്ചു. നിർമ്മലമായ
ധവളജ്യോതിസ്വരൂപമായ സദാശിവൻ കപടമായ മൂടുപടത്തെ ധരിച്ചുകൊണ്ട് നിന്തിരുവടിയുടെ ബാലാർക്ക സൂര്യൻ്റെ കാന്തികൾ വ്യാപിച്ച് അരുണവർണ്ണനായി ഭവിച്ച് ശൃംഗാരരസം മൂർത്തിമത്തായി ഭവിച്ചുവോ എന്നു തോന്നും വണ്ണം നിന്തിരുവടിയുടെ നേത്രങ്ങൾക്ക് കൗതുകത്തെ ഉണ്ടാക്കുന്നു. ഗതാസ്തേ മഞ്ജത്വം ദ്രുഹിണ ഹരിരുദ്രേശ്വരഭൃതഃ ശിവസ്വച്ഛഛായാ ഘടിതകപടപ്രച്ഛദപടഃ ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാ ശരീരിശൃംഗാരോ രസ ഇവ ദൃശാം ദോഗ്ധി ശ്ലോകം 93. അരാളാകേശേഷു പ്രകൃതിസരളാമന്ദഹസിതേ ശിരീഷാഭാചിത്തേ ദൃശതുപലശോഭാകുചതടേ ഭൃശം തന്വീ മധ്യേ പൃഥുരുരസിജാരോഹവിഷയേ ജഗത്രാതും ശംഭോഃ ജയതി കരുണാ കാചിദരുണാ. മഹാരാജരാജേശ്വരിയുടെ കേശാദിപാദ വർണ്ണനയാണ് ഇവിടെ. അല്ലയോ രാജരാജേശ്വരി, മഹാദേവി, കേശങ്ങളിൽ മാത്രം വക്രതയോടും കപടലേശം കൂടാതെ കളങ്കമറ്റ മൃദുവായ സരളമായ മന്ദഹാസത്തോടും അതിമൃദുലമായ നെന്മേനി വാഗപ്പൂ പോലെ ഭക്തന്മാരുടെ താപത്തെ ദുഃഖത്തെ ഒട്ടും സഹിക്കാൻ കഴിയാത്ത അതിമൃദുവായ ചിത്തത്തോടും സ്തനതടങ്ങൾ അമ്മിക്കുഴവി പോലെ കഠിനശില പോലെ കർക്കശമായും കൃശമായ നന്നേ മെലിഞ്ഞ മധ്യപ്രദേശത്തോടും അതിസ്ഥൂലങ്ങളായ സ്തനനിതംബ പ്രദേശത്തോടും കൂടി വിളങ്ങുന്ന അനിർവാച്യയായ ശംഭുവിൻ്റെ ഈ കരുണാശക്തി അരുണ നിറമാർന്നവളായി ഈ ജഗത്തിനെ രക്ഷിക്കുന്നതിനായി സർവോത്കർഷേണ വർത്തിക്കുന്നു. അരാളാകേശേഷു പ്രകൃതിസരളാമന്ദഹസിതേ ശിരീഷാഭാചിത്തേ ദൃശതുപലശോഭാകുചതടേ ഭൃശം തന്വീ മധ്യേ പൃഥുരുരസിജാരോഹവിഷയേ ജഗത്രാതും ശംഭോഃ ജയതി കരുണാ കാചിദരുണാ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.